Hey, hello, welcome back to our YouTube channel Vlogs by Sarah. ഇന്നലെ നമ്മൾ CPASന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അവർ കൗൺസിലിംഗ് മെമ്മോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറേ കുട്ടികൾ കമൻറ്റ് സെക്ഷൻ ത്രൂ അറിയിക്കുന്നുണ്ട് അവർക്ക് കൗൺസിലിംഗ് മെമ്മോ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് BPharm എന്ന് കിട്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടത് BSc നഴ്സിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് ഏതാണോ നിങ്ങൾ കോഴ്സ് ഓപ്റ്റ് ചെയ്തത് ആ ഒരു കോഴ്സിൻ്റെ കൗൺസിലിംഗ് മെമ്മോയ്ക്ക് മാത്രം പോയാൽ മതി. ഇന്നത്തെ വീഡിയോ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൗൺസിലിംഗ് മെമ്മോ സമയത്ത് കൊണ്ടുപോയിരിക്കണം, ആ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊണ്ടുപോയില്ല എങ്കിൽ നിങ്ങളുടെ സീറ്റ് അവിടെ നഷ്ടമാകും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കാം. 1 to 300 റാങ്ക് വരെയുള്ള കുട്ടികളെയായിരുന്നു ലാസ്റ്റ് ടൈമിൽ കൗൺസിലിംഗ് മെമ്മോയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത്. അതിനുശേഷം സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചാണ് ബാക്കിയുള്ള റാങ്കുള്ള കുട്ടികളെ വിളിച്ചതും. വളരെ 50% ഓഫ് സ്റ്റുഡൻസിന് മാത്രമേ ഇപ്പം മെമ്മോ കിട്ടിയിട്ടുള്ളൂ. ഇതും കുട്ടികൾക്ക് കിട്ടാനായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജിമെയിൽ രജിസ്റ്റർ ചെയ്ത ജിമെയിൽ ID അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിൻ്റെ SMS കൂടി ചെക്ക് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റീചാർജ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗ് മെമ്മോയ്ക്ക് അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ സീറ്റ് അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ റീചാർജ് ചെയ്ത് കൗൺസിലിംഗ് മെമ്മോ ജിമെയിൽ ത്രൂ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഡേറ്റ് നിങ്ങൾ അവിടെ ചെന്നിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെല്ലണത് CPASന്റെ മെയിൻ സെൻറ്റർ, ദാറ്റ് ഈസ് SME ഗാന്ധിനഗർ കോട്ടയം. അവിടെ വെച്ചാൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ഉള്ളത്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം. ഓരോ കുട്ടികൾക്കും ഓരോരോ ഡേറ്റ് ആയിരിക്കും പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ആ ഒരു ഡേറ്റിനനുസരിച്ച് നിങ്ങൾ കൗൺസിലിംഗ് ചെല്ലാൻ ശ്രദ്ധിക്കുക. നമ്മൾ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ടോക്കൺ ഫീ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്. ടോക്കൺ ഫീ എന്ന് പറയുമ്പോൾ ജനറൽ, പിന്നെ EWS, OBC കാറ്റഗറി 25,000, ദാറ്റ് ഈസ് 25,000 രൂപ നിങ്ങൾ ടോക്കൺ ഫീ റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ SC, ST, OEC കാറ്റഗറി പെടുന്ന സ്റ്റുഡൻസ് 1000 രൂപയും റെഡിയാക്കി വെക്കണം. കൂടി പറയാം, നിങ്ങൾ കൗൺസിലിംഗ് സമയത്ത് പോവേണ്ട സ്ഥലം SME ഗാന്ധിനഗർ കോട്ടയം. അതാണ് മെയിൻ സെൻറ്റർ CPASന്റെ. ഇനി നമുക്ക് CPASന്റെ അണ്ടറിൽ എന്തൊക്കെ കോഴ്സാന്ന് നോക്കാം. ഫസ്റ്റ് 1 BSc നഴ്സിംഗ്, സെക്കൻഡ് BSc MLT, തേർഡ് BPT, 4 BSc മെഡിക്കൽ മൈക്രോബയോളജി, 5th BPharm, 6th BPharm lateral entry to second year. അപ്പം ഈ ഇത്രയും കോഴ്സസിൻ്റെ അണ്ടറിലാണ് നിങ്ങളെ കൗൺസിലിംഗ് മെമ്മോ വിളിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ് ഇത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് നിങ്ങൾ CPAS കൗൺസിലിംഗ് സമയത്ത് കൊണ്ടുപോകുന്നത്. ഇത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മറന്നുപോയി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ വേണ്ടത് CPASന്റെ രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടിക്കാണും. അത് അക്ഷയ കേന്ദ്ര ഓഫീസിലൊക്കെ അവരൊക്കെ തന്നു കാണും. അപ്പം അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, പിന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അതിനുശേഷം ഇൻകം സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, അതിനുശേഷം +2 മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വാളിഫൈ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം, ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം ഇഫ് റിക്വയർഡ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അതുപോലെ തന്നെ വാലിഡ് ID പ്രൂഫ്, നിങ്ങൾക്ക് ആധാറോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഏതെങ്കിലും ഒരു വാലിഡ് ID പ്രൂഫ് എടുക്കുക. പിന്നെ നിങ്ങൾ റീജിയണൽ റിസർവേഷൻ അപ്ലൈ ചെയ്തിട്ട് കുട്ടികളാണെങ്കിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി വേണം. അതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സഫീഷ്യൻ്റ് സിറോക്സ് കോപ്പിയും കൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. കൗൺസിലിംഗ് ഡേ ചെക്ക് ലിസ്റ്റ് നോക്കാം. ഫസ്റ്റ് 1 അലോട്ട്മെൻറ്റ്, അത് നമ്മൾ കഴിഞ്ഞു. സെക്കൻഡ് 1 ഇസ് ചെക്ക് കൗൺസിലിംഗ് ഷെഡ്യൂൾ. നിങ്ങൾക്ക് ജിമെയിൽ ത്രൂ നിങ്ങൾക്ക് അറിയിക്കും നിങ്ങൾ ഈ ദിവസം ഇത്രയും ടൈമിനുള്ളിൽ നിങ്ങൾ അവിടെ വന്നിരിക്കണം. നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോവുക. ഫോർത്ത് 1 നിങ്ങൾ ഒറിജിനൽ കോപ്പി പ്ലസ് സിറോക്സ് കോപ്പീസും കൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. സെൻറ്ററിൽ ടൈമിൽ തന്നെ എത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടോക്കൺ ഫീയും കൂടി എടുക്കാനും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൗൺസിലിംഗ് ഡേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് ത്രൂ ഇൻ കോമെൻറ്റ് ബോക്സ്. ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് പ്ലീസ് ടു സബ്സ്ക്രൈബ് ഓൺ അവർ ചാനൽ വ്ളോഗ്സ് ബൈ സാറ. താങ്ക് യു സോ മച്ച്.